ഹലോ കുട്ടികളെ, അപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ 12 കാലമായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് കുറേ നേരം ചിന്തിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് തരാത്തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടെക്സ്റ്റും ഒക്കെ വീണ്ടും റെഫർ ചെയ്തപ്പോൾ ഇൻ കേസ് എക്സാം ടഫാക്കുകയാണെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ അവരിട്ട് ടഫാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ 5 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് രാവിലെ പോകുമ്പോൾ നോക്കിയിട്ട് പോകണം. നിങ്ങൾ രാവിലെ ഉറക്കണിക്കുമ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതും കൂടെ നോക്കിയിട്ട് പോവുക. ഈസിയാണ്. ഓക്കെ, നിങ്ങൾ വിടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വേറെ ഒന്നുമില്ല, വാട്ടറിൻ്റെ ജസ്റ്റ് നോക്കാം. വാട്ടർ വി ഷേപ്പാണ്, അമോണിയ ട്രൈഗണൽ പിരമിഡ് ഷേപ്പാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും സ്ട്രക്ചർ VSCP തിയറി അനുസരിച്ചുള്ള ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചറും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവുക. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ എനർജി കർവ് ഉണ്ട്, ഒരു ഡയഗ്രാം ഉണ്ട്, ഇങ്ങനെ വരുന്ന ഡയഗ്രാം. അതൊന്നും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഒരു വർഷം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ഹൈഡ്രജൻ നോക്കിയിട്ട് പോകണേ. മൂന്നാമത്തത് ഈ ഹോമോജീനിയസും ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ഉണ്ട്. വളരെ സിമ്പിളാണ്. അതിൻ്റെ എക്സാമ്പിൾ ചിലപ്പോൾ ഡിഫൈൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. പണ്ട് കാലങ്ങളിൽ സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസെൻ്റ് ഒരു 3-4 വർഷം കൊണ്ട് ചോദിക്കുന്നില്ല. അപ്പോൾ ഇതിനൊരു സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, NaCl KBr ഇങ്ങനെ കുറച്ച് ആൾക്കാർ തന്നിട്ട് ഇത് ന്യൂട്രൽ ആണോ, ബേസിക് ആണോ, അസിഡിക് സാൾട്ട് ആണോ കണ്ടുപിടിക്കുക. സാൾട്ട് ഹൈഡ്രോളിസിന്റെ ബേസിലാണ്. അപ്പം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പഠിപ്പിക്കാൻ സമയമില്ല. അപ്പം ഞാൻ ഇതിന് ജസ്റ്റ് ന്യൂട്രൽ ആണോ അസിഡിക് ആണോ എന്ന് പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നിങ്ങൾ NaCl എന്ന സാൾട്ട് ആരൊക്കെ ചേരുമ്പോഴാണ് NaCl കിട്ടുന്നത്? NaOH HCl. NaOH സ്ട്രോങ് ആണ്, HCl സ്ട്രോങ് ആണ്. രണ്ട് സ്ട്രോങ് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ NaCl ന്യൂട്രൽ സോൾട്ട് ആണ്. KBr KOHും HBrഉം കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന രണ്ടുപേരും സ്ട്രോങ് ആണ്. ബേസും സ്ട്രോങ്, ആസിഡും സ്ട്രോങ് ആയത് ഇതും ന്യൂട്രലാ. NaCn കിട്ടുന്ന ആരാ? NaOHും HCnഉം കമ്പൈൻ ചെയ്താണ് NaCn കിട്ടുന്നത്. കാരണം ഈ OH H വാട്ടർ ആയിരിക്കും, NaCn കിട്ടും. ഇത് സ്ട്രോങ് ബേസ് ആണ്, ഇത് വീക്ക് ആസിഡ് ആണ്. അപ്പം കിട്ടുന്നയാൾ ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പം NaCn തന്നെ സോൾട്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഇപ്പം ഞാൻ ഇത് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കാം. അതേപോലെ അമോണിയം നൈട്രേറ്റ് NH4NO3 NH4OHും HNO3 റിയാക്ട് ചെയ്താൽ കിട്ടുന്നത് NH4OH എന്ന് പറഞ്ഞാൽ വീക്ക് ബേസും HNO3 സ്ട്രോങ്ങും ആയതുകൊണ്ട്, ആസിഡ് സ്ട്രോങ്ങും ബേസ് വീക്കും ആയതുകൊണ്ട് അവൻ്റെ സാൾട്ട് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ഇത് പഠിച്ചവർക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലാത്തവർ കാണാതെ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് NaNO2 കിട്ടുന്ന ആരൊക്കെ ചേരുമ്പോഴാണ് NaNO2 കിട്ടുന്ന കുട്ടികളെ? NaNO2 NaOHും HNO2ഉം ചേരുമ്പോഴാണ്. NaOH സ്ട്രോങ്ങും HNO2 വീക്കും ആണ്. അപ്പോൾ അതിൻ്റെ നേച്ചർ എന്താണ്? ബേസിക് നേച്ചറാണ്. ഇനി KF എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്ന KF കിട്ടുന്നത്? KOHും HFും ചേർന്നാണ് KF കിട്ടുന്നത് അല്ലെ? ഈ വാട്ടർ ആയിട്ട് പോകും, ബാക്കി KF കിട്ടും. KOH സ്ട്രോങ് ബേസ് ആണ്, HF വീക്ക് ആസിഡ് ആണ്. അപ്പൊ കിട്ടുന്ന സാൾട്ട് ഏത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പൊ ഈ ഓരോ സാൾട്ടും അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ക്ലാസിഫൈ ദ ഫോളോയിങ് സാൾട്ട് ഇൻ ബേസ് ഓഫ് ഹൈഡ്രോളിസിസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ന്യൂട്രൽ സാൾട്ട്, ബേസിക് സാൾട്ട്, അസിഡിക് സാൾട്ട്, ബേസിക് സാൾട്ട് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഇത് സോൾട്ട് ഹൈഡ്രോളിസിസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ പറയുന്ന പെട്ടെന്ന് കണക്ട് ആവും. ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്ന കുട്ടികൾ ജസ്റ്റ് ഈ സോൾട്ട് മാത്രം കാണാതെ പഠിച്ചോ. ഇതായിരിക്കും ചോദിക്കുന്നത്. ടെക്സ്റ്റിന്റെ ബേക്കിലെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതായിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഒരു വർഷത്തെ മോഡലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. SI യൂണിറ്റ്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ മൂലയിൽ കിടക്കുന്ന ടോപ്പിക്ക് ഒരുപാട് എണ്ണം ഉണ്ട്. ഒരു ടേബിൾ ആയിട്ട് തന്നെ ഉണ്ട്. പറ്റുന്നവർ ആ ടേബിൾ നോക്കുക. ഞാൻ അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഈ 10⁻⁵ SI യൂണിറ്റ് എന്തെന്ന് പറയും? ഫെംറ്റോ എന്ന് പറയും, FEMTO. 10⁻12 പൈക്കോ, 10⁻9 നാനോ, 10⁻6 മൈക്രോ, 10⁻15 പെറ്റ, 10⁻6 ആരെങ്കിലും പെറ്റ് എന്നല്ല, PET കേട്ടോ, 10⁻6 മെഗാ, 10⁻9 ജിഗ, ഇങ്ങനെ ഇനിയും ഉണ്ട്. അപ്പൊ ഇത്രയും തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് SI യൂണിറ്റ്സ് ഏതെന്ന് പറഞ്ഞ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരു വൈഡ് ഗസ് ആണ്. ചോദിച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികൾ എഴുതണം. ഇത് മാക്സിമം എല്ലാ കുട്ടികളും അയച്ചു കൊടുക്കേ. നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്നതിന് മുമ്പ് ഈസിയലി ഈ ഒരു 5 ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണേടാ. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് തരാണ്. പോകുന്നതിന് മുമ്പ് അതും കൂടെ എനിക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരണമെന്ന് തോന്നി വീണ്ടും ഇരുന്ന് എല്ലാ ടെക്സ്റ്റും ചാപ്റ്ററൊക്കെ വായിച്ചു നോക്കിയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിൾ 1 മാർക്ക് നിങ്ങൾ ഒരു പഠിച്ചാൽ കിട്ടും. അതല്ലാത്ത കുറച്ച് 1 മാർക്കാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണം. ഇതും കൂടെ നിങ്ങൾ കണക്ട് ചെയ്താൽ 100% 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഒന്നുകിൽ ഞാൻ തരുന്ന ആ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് കിട്ടിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കുകൾ പഠിച്ച കുട്ടികൾക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള 1 വേർഡ്
കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അത് അപ്ലോഡ് ആവും. നിങ്ങൾ അതും കൂടെ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം ഈസി ആകട്ടെ. എക്സാം പാടായാലും എൻ്റെ പിള്ളേർ അത് നന്നായിട്ട് എഴുതട്ടെ. ഓക്കെ, ആരും ടെൻഷൻ അടിക്കണ്ട, നന്നായിട്ട് ചെയ്തോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.